എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ദി പിക്ചർ ഷോസ് ദി ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. അതായത് ഇവിടെ നമുക്കൊരു ചിത്രത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഒരു സർക്കിളിലെ 3 പോയിന്റുകൾ 3 ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് അല്ലേ. പിന്നെയോ ഈ സർക്കിളിലെ ഈ സെന്റർ അല്ലെ, അപ്പൊ ഈ സെന്ററുമായി യോജിപ്പിച്ചുകൊണ്ട് 3 ത്രികോണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 3 ത്രികോണങ്ങൾ വരച്ചതിൽ 2 ത്രികോണങ്ങളുടെ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി തേർഡ് ആംഗിൾ അറ്റ് ദി സെന്റർ. അതായത് ഈ സെന്ററിൽ, അതായത് വൃത്തകേന്ദ്രത്തിലെ മൂന്നാമത്തെ ആംഗിൾ, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ഇൻ ദി സർക്കിൾ. അതായത് ഈ വലിയ ത്രികോണത്തിലെ ഈ 3 കോണുകളുടെ അളവുകളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം, ഒരു സർക്കിളിലെ ഈ സെന്ററിലെ മൊത്തം ആംഗിൾ എത്രയാണ്? മൊത്തം ആംഗിൾ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഇവിടെ തൊട്ട് തുടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് 360 ഡിഗ്രിയാണ്. അപ്പൊ മൊത്തം ഡിഗ്രി 360 ആണ്. ഈ ആംഗിൾ 110, ഈ ആംഗിൾ 120. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാലോ അല്ലേ. 360 നിന്ന് ഈ രണ്ടും കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും അല്ലേ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പേര് കൊടുക്കാം. ABC എന്ന് പേര് കൊടുത്തു. ഇനി വേണം നമുക്ക് ഈ പോയിന്റിന് O എന്ന് പേര് കൊടുക്കാം. O. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ് അല്ലെ. അതായത് ആംഗിൾ BOC. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. ആംഗിൾ BOC ഈക്വൽ ടു മൊത്തം 360. അപ്പൊ 360 നിന്ന് ഏത് കുറയ്ക്കണം? ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറയ്ക്കണം അല്ലെ. അതായത് 110 പ്ലസ് 120. അപ്പൊ എത്ര കിട്ടും? 360 മൈനസ് 110 120 എന്ന് പറഞ്ഞാല് 230 അല്ലെ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 130 ഡിഗ്രി അല്ലെ. അപ്പൊ ആംഗിൾ BOC നമുക്ക് കിട്ടി 130 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടി 130. അപ്പൊ ഈ പോയിന്റ് O ആണ്, അത് മറക്കണ്ട, O. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി അല്ലെ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? ഈ വലിയ ത്രികോണത്തിലെ 3 ആംഗിളുകളും എത്ര അല്ലെ, അതിന്റെ അളവുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയേ, ഇവിടെ ഈ 3, അതായത് ഈ ത്രികോണം ഇവിടെ 3 ചെറിയ ത്രികോണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ. ഇത് സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, ഇത് സെന്റർ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ആദ്യം ത്രികോണം ABO അല്ലെങ്കിൽ AOB എങ്ങനെ വേണമെങ്കിൽ പേര് പറയാം. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ AOB. ഈ ട്രയാങ്കിൾ AOB എഴുതിക്കുക. ഇൻ ട്രയാങ്കിൾ AOB ഈ AO എന്ന് പറഞ്ഞ വശവും BO എന്ന് പറഞ്ഞ വശവും ഈക്വൽ ആണ് അല്ലെ. ഈ ത്രികോണം മാത്രം നമ്മൾ എടുക്കുക. ഈ ത്രികോണത്തിലെ ഈ സൈഡും ഈക്വൽ ആണ്. എന്താണ് കാരണം? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ. റേഡിയസ് ഈക്വൽ ആണല്ലോ. അതായത് അപ്പോൾ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. OA ഈസ് ഈക്വൽ ടു OB. OA ഈക്വൽ ടു OB. അതിന്റെ റീസൺ എന്താണ്? റീസൺ എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ. റേഡിയസ് ഓഫ് ദി സർക്കിൾ അല്ലെ. അപ്പൊ ഈ 2 സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ നാം ആ ത്രികോണത്തിന്റെ പേര് പറയാലോ, ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് ഈ AOB എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് എഴുതാം. ട്രയാങ്കിൾ AOB ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അതായത് ത്രികോണം AOB ഒരു സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഈ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് നോക്കിയാൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. മൊത്തം ഈ ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾ 180. 180 നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും കൂടി കൂട്ടിയത് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 180 നിന്ന് 110 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിന്റെയും അളവ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഓരോ കോണുകളുടെ അളവ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ദർഫോർ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഈ ആംഗിളും ഈക്വൽ ആണ് അല്ലെ. അത് അങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ എഴുതാം, എന്തെന്ന് എഴുതാം? ആംഗിൾ OAB ഈക്വൽ ടു OAB. ഈ ആംഗിൾ ഏതിന് ഈക്വൽ ആണ്? OBA ഈക്വൽ ആണ്. ആംഗിൾ OAB.
അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൊത്തം 180. അപ്പോൾ 180 നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് അല്ലേ? 180 നിന്ന് ഇത് കുറയ്ക്കണം, 110 കുറയ്ക്കണം അല്ലേ? 110 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കൂട്ടിയത് കിട്ടും. ഇനി ഓരോന്ന് കിട്ടാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 180 മൈനസ് 110 എത്രയാണ്? 70. 70/2 = 35 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിളും ഈ ആംഗിളും കിട്ടി. എത്ര വെച്ച് കിട്ടി? 35 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ എഴുതാം 35. ഇത് 35. അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ BOC എന്ന് പറഞ്ഞ ട്രയാങ്കിളും AOC എന്ന് പറഞ്ഞ ട്രയാങ്കിളും അല്ലെ, അത് രണ്ടും തന്നെയാണ്, ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഇതിന്റെ ഈ രണ്ട് വക്കുകളും കണ്ടില്ലേ, വശങ്ങൾ എന്താണ്? അത് രണ്ടും റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ. അതേപോലെ ഇതും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ഇതും ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഓരോന്നും ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല, നമുക്ക് എഴുതാം സിമിലർലി. ഇതുപോലെ സിമിലർലി ഏതൊക്കെയാണ്? ട്രയാങ്കിൾ BOC ആൻഡ് ട്രയാങ്കിൾ AOC ആർ ഐസോസെലസ് അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾസ്. അതായത് BOC എന്ന് പറഞ്ഞാൽ BOC ഈ ട്രയാങ്കിളും പിന്നെ AOC ഈ ട്രയാങ്കിളും ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇതേ രൂപത്തിൽ. കാരണം എന്താണ്? ഇതിന്റെ റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ ഇത് രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ അല്ലെ ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ഈ കോണും ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ഈ കോൺ എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വൽ കോണുകളായിരിക്കും അല്ലെ? അതേപോലെ ഈ ത്രികോണത്തിലോ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ഈ കോണും ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ഈ കോൺ എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യുക? ഇവിടെ ഇത് കണ്ടുപിടിച്ച അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ രണ്ട് ചെറിയ കോണുകളും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏത് കണ്ടുപിടിക്കാം? ആംഗിൾ OBC. ആംഗിൾ OBC = ആംഗിൾ OCB. എന്താണ് പറഞ്ഞത്? ആംഗിൾ OBC ഈ ആംഗിളും ആംഗിൾ OCB ഈ ആംഗിളും ഈക്വൽ ആണ് അല്ലെ? അത് നമുക്ക് കിട്ടാൻ വേണം ആകെ 180. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 180 നിന്ന് എത്ര കുറയ്ക്കണം? ഇത് 130 ആണ് അല്ലെ? അപ്പോൾ 130 കുറയ്ക്കുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നിന്റെയും കിട്ടും അല്ലെ? = 180 130 പോയി കഴിഞ്ഞാൽ എത്ര വരും? 50. 50/2 = 25 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിള് 25 ഡിഗ്രി, ഇതും 25 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് കിട്ടി അല്ലെ? ഇനി നമുക്ക് ഇതുപോലെ എന്ത് കാണാം? ഈ രണ്ട് ആംഗിളുകളും കാണാം അല്ലെ? അപ്പൊ ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ OCA. ആംഗിൾ OCA = ആംഗിൾ OAC. OAC ഈ ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിന്റെ അളവ് 180 നിന്ന് എത്ര കുറക്കേണ്ടി വരും? ഈ ആംഗിൾ 120 ആണ് അല്ലെ? അപ്പൊ 120 കുറയ്ക്കുക, 120/2 = 60. 60/2 = 30 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് കിട്ടി 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. അപ്പൊ നമുക്ക് എല്ലാ ചെറിയ ആംഗിളുകളും കിട്ടി അല്ലെ? ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ വലിയ ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അതായത് നമുക്ക് ആദ്യം ആംഗിൾ A എത്ര കിട്ടും? ആംഗിൾ A = ഈ രണ്ടും കൂടി കൂട്ടിയാൽ പോരാ ആംഗിൾ A കിട്ടണമെങ്കിൽ അല്ലെ? 35 30 കൂടി കൂട്ടിയാൽ മതി അല്ലെ? 35 + 30 = 65 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഈ വലിയ ആംഗിൾ അല്ലെ? 35 25 കൂടി കൂട്ടാം. അപ്പൊ ആംഗിൾ B = 35 + 25 = എത്ര വന്നു? 60. അപ്പൊ 60 ഡിഗ്രി. ഇനി ആംഗിൾ C എന്ത് വരും? 25 30 കൂടി കൂട്ടാം അല്ലെ? അപ്പൊ ആംഗിൾ C = 25 + 30 = 55 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് 3 ആംഗിളുകളുടെയും കോണുകളുടെയും അളവ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഈ ത്രികോണങ്ങളുടെ ഏരിയകൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ½ BH അല്ലെ? അതായത് ഏരിയ = ½ B × H. B എന്ന് പറയുന്നത് എന്താണ്? ബേസ് അല്ലെ? അതായത് ഇതാണ് ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ H എന്ന് പറഞ്ഞത് നമ്മളെ ഇതിന് ഓപ്പോസിറ്റുള്ള മൂലയിൽ നിന്ന് ഇതിലേക്കുള്ള ഹൈറ്റ് അല്ലെ? പെർപെൻഡിക്കുലർ ആയ ഹൈറ്റ്. ബേസിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ആയ
ഈ ഡിസ്റ്റൻസിനാണ് എച്ച് എന്ന് പറയാം അല്ലേ. അപ്പം ഇതാണ് എച്ച്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ ബി തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടുണ്ട്. നമുക്ക് എച്ച് നമുക്കറിയില്ല, എച്ച് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം രണ്ട് കേസിൽ ഇത് തന്നെയാണ് അവസ്ഥ. അതിന് നമുക്ക് എന്താണ് നമുക്ക് തന്നിട്ടുള്ള പിടിവള്ളി എന്താണെന്ന് നോക്കിയേ. ഇവിടെ ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആണ് അല്ലേ. അപ്പം രണ്ട് വശങ്ങളും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ത്രികോണങ്ങൾ നമ്മൾ എന്ത് പറയും? ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് പറയും അല്ലെ, സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയും. ഐസോസെലസ് ട്രയാങ്കിളിൽ നമ്മൾ പ്രത്യേക ഒരു കാര്യം പറഞ്ഞില്ല. എന്താണത്? അതായത് ഈ ഈക്വലായ വശങ്ങൾ കൂടിച്ചേരുന്ന ഈ പോയിന്റ് അല്ലെ. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് നാം ഒരു ലംബം, അതായത് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ഈ സൈഡിനെ കറക്റ്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അതായത് ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൊത്തം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 4 സെന്റിമീറ്റർ. ഇത് എത്രയായിരിക്കും? ഇത് 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണ്, അതായത് ഇത് 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഈ ത്രികോണം എന്ത് ത്രികോണമായി മാറി? ഇതൊരു മട്ട ത്രികോണമായി മാറി, അതായത് റൈറ്റ് ട്രയാങ്കിളായി മാറി അല്ലെ. അപ്പൊ നമുക്ക് ഒരു പേര് കൊടുക്കാം. എ ബി സി. ഈ പോയിന്റിന് നമുക്കൊരു ഡി എന്ന് കൊടുത്തു, ഡി. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ എ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒരു മട്ട ത്രികോണമാണ് അല്ലെ. അതായത് നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ഡി ബി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് മട്ടത്രികോണാണ്. അപ്പൊ മട്ടത്രികോണത്തിൽ നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം അറിയാം അല്ലെ. പൈത്തഗോറസ് തിയറം അനുസരിച്ച് എന്താണ്? ഏറ്റവും നീളം വലിയ 90ക്ക് ഓപ്പോസിറ്റുള്ള വശമാണ് ഏറ്റവും വലിയ വശം, അതായത് ഹൈപ്പോട്ടീനസ് എന്ന് പറഞ്ഞാൽ കർണം എന്ന് പറയും അല്ലെ. പിന്നെ രണ്ട് വശങ്ങൾ, ഒന്ന് പാദം, ലംബം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ബേസ്, ആൾട്ടിറ്റ്യൂഡ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ അളവ് അറിയാം, അതായത് ഈ കർണം ഹൈപ്പോട്ടിനസിന്റെ അളവ് നമുക്കറിയാം, ഇതിന്റെ അളവ് അറിയാം, ബേസ് 4 സെന്റിമീറ്റർ ആണെന്നറിയാം. ഇത് നമുക്ക് കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഈ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതായത് എ ഡി എന്ന് പറയുന്ന നീളം എന്ത് വരും? നമുക്ക് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ എന്ത് വരും? ഏറ്റവും വലിയ, അതായത് കർണം, ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ സ്ക്വയർ എത്രയാണ്? ഇവിടെ 5 ആണ്. അപ്പൊ 5 സ്ക്വയർ മൈനസ് ഇതിന്റെ നീളം അല്ലെ. എത്ര നീളം എത്രയാണ്? 4 സ്ക്വയർ സീക്വൽ ടു 5ന്റെ സ്ക്വയർ 25 മൈനസ് 4ന്റെ സ്ക്വയർ 16. അപ്പൊ 25ൽ നിന്ന് 16 കുറച്ചാൽ 9. അപ്പൊ എ ഡി സ്ക്വയർ ആണ് 9. അങ്ങനെയാണെങ്കിൽ എ ഡി എന്താവും മാറും? എ ഡി സീക്വൽ ടു സ്ക്വയർ അങ്ങോട്ട് മുമ്പ് റൂട്ട് അല്ലെ. അപ്പൊ റൂട്ട് 9. 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 × 3 9 അല്ലെ. അപ്പൊ 3. അപ്പൊ നമുക്കിവിടെ എ ഡിയുടെ നീളം കിട്ടി. എത്രയാണ്? 3 സെന്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് വേണ്ട ഇക്വേഷനിൽ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയാലോ. ബേസ് അറിയാൻ നമുക്ക്, എച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എ ഡി സീക്വൽ ടു 3, അതായത് 3 സെന്റിമീറ്റർ. എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡി എന്ന് പറഞ്ഞാൽ എച്ച് അല്ലെ. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ സീക്വൽ ടു ഹാഫ് ബി എച്ച് സീക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. കണ്ട, ഇതിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബേസ് ബി സി അല്ലെ. ബി സി എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ. 8 ഇൻറ്റു ഹൈറ്റ് 3 സെന്റിമീറ്റർ. ബേസ് തെറ്റിയിട്ട് ഇത് 4 സെന്റിമീറ്റർ എഴുതരുത്. ബേസ് നമ്മൾ ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ബേസ് എന്ന് പറഞ്ഞത് ഇവിടെ തൊട്ട് ഇവിടം വരെ അല്ലെ. അത് 8 സെന്റിമീറ്റർ ആണ്. പെട്ടെന്ന് തെറ്റിയിട്ട് എന്ത് ചെയ്യും? 4 സെന്റിമീറ്ററിന് ഇതും. അപ്പൊ ഉത്തരം തെറ്റി. ബേസ്, ഈ വലിയ ത്രികോണത്തിന്റെ ബേസ് 8 സെന്റിമീറ്റർ, അതിലേക്കുള്ള ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ 2 8ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം അല്ലേ. അപ്പൊ 4 × 3 12. അപ്പൊ ഏരിയ എത്ര കിട്ടി? 12 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ ത്രികോണം ഇതേ രൂപത്തിൽ തന്നെ വേഗം ചെയ്യാൻ പറ്റും അല്ലേ. ഇത് നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, 2 സൈഡ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഒരു വരം ഇങ്ങോട്ട് സ്ട്രൈറ്റ്, അത് ലംബമായിട്ടാ 90 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് ഈ സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പം ഇത് മൊത്തം 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 3 സെന്റിമീറ്റർ. ഇത് 3 സെന്റിമീറ്റർ. ഓക്കെ. നമുക്ക് ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ABC കൊടുത്തില്ല. അപ്പം നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. PQR. ഈ പോയിന്റ് നമുക്ക് S. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക്
ഇക്വേഷനൊക്കെ തന്നെ അല്ലേ, ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം അല്ലേ, പി എസ് എന്ന് പറയുന്ന അളവ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം അല്ലേ, ഇത് ഹൈപ്പോട്ടിനസ്, ഇത് ബേസ്, ഇത് എന്താണ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, അതായത് ലംബം. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് പി എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണത്തിന്റെ സ്ക്വയർ, കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ മൈനസ് പാദത്തിന്റെ സ്ക്വയർ, പാദം എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് അല്ലേ, അതായത് 3 സ്ക്വയർ സീക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാണ്, 25 മൈനസ് 3ന്റെ സ്ക്വയർ 9, അതായത് 16. പി എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. അങ്ങനെയാണെങ്കിൽ പി എസ് എന്ന് പറഞ്ഞാൽ സീക്വൽ ടു എന്ത് വരും, √16. √16 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, അതായത് പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ, എച്ച് അല്ലേ, ഹൈറ്റ്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എച്ച് കിട്ടി. ബേസ് എത്രയാണ്, ബേസ് 6 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ എഴുതാം ഏരിയ സീക്വൽ ടു ഹാഫ് ബി എച്ച് സീക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 6 സെന്റിമീറ്റർ അല്ലേ, 6 ഇൻറ്റു എച്ച്, ഹൈറ്റ് നമുക്ക് കണ്ടുപിടിച്ചു 4 സെന്റിമീറ്റർ. 2 4 പോട്ടെ, എത്ര, 2 പ്രാവശ്യം. അപ്പൊ 6 ഇൻറ്റു 2 12 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്കതിൽ 5ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ 5ാമത്തെ ചോദ്യം, given that one angle of an isosceles triangle is 70 degree, what can we say about the other angles? അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോണിന്റെ അളവ് 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ ബി സേ അബൌട്ട് ദി അതർ ആംഗിൾസ്, അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് കോണുകളുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ പറ്റിയെന്ന്, അല്ല അതായത് അതിന്റെ അളവുകൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 70 അല്ലെ. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കൊണ്ട് വരച്ചു നോക്കാം. ഇതാണ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, ഒരു സമപാർശ്വ ത്രികോണം. ഇപ്പോൾ സമപാർശ്വ ത്രികോണത്തിൽ നമുക്കറിയാം 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ വശവും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ വശം ഈക്വൽ അല്ലാത്ത വശം. ഇനി ഇതിന്റെ ഒരു ആംഗിൾ 70 ആണെങ്കിൽ, അപ്പൊ ഒരു ആംഗിൾ 70 എന്ന് പറഞ്ഞാൽ ഏത് ആംഗിൾ വേണമെങ്കിലും 70 ആവാം അല്ലെ. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഈ 2 വശവും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ആംഗിൾ 70, അപ്പൊ ഒന്നുകിൽ ഇതാവാം 70, അല്ലെങ്കിൽ ഈക്വൽ അല്ലാത്ത ഇതായിരിക്കാം 70. അപ്പൊ നമുക്ക് ഇത് 70 ആണെന്ന് വിചാരിക്കാം, അതായത് ഈക്വൽ അല്ലാത്ത ആംഗിൾ 70 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എഴുതാം അണീക്വൽ അല്ലെ, അണീക്വൽ ആംഗിള് എത്രയാണെന്ന് വിചാരിച്ചു നമ്മൾ, 70. ഈക്വൽ അല്ലാത്ത ആംഗിൾ 70 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളുകൾ എത്ര വരും ഈ ആംഗിളുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പൊ കണ്ടുപിടിക്കാമല്ലോ. മൊത്തം എത്രയാണ്, മൊത്തം 180 ഡിഗ്രി അല്ലേ. അപ്പൊ 180 ഡിഗ്രിന്ന് ഇത് കുറയ്ക്കുക അല്ലെ. ഇത് കുറച്ചിട്ട് എന്ത് ചെയ്യുക, 2 കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആംഗിളും കിട്ടി അല്ലെ. അപ്പൊ അൺഈക്വൽ ആംഗിൾ 70 ഡിഗ്രി ആണെങ്കിൽ ഈക്വൽ ആംഗിൾസ് എന്ത് വരും, ഈക്വൽ ആംഗിൾസ് എത്ര വെച്ച് വരും, മൊത്തം 180 നിന്ന് നമ്മൾ ഈ ആംഗിൾ കുറച്ചു, 70 കുറച്ചു അല്ലെ. അപ്പൊ നമുക്ക് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടും അല്ലെ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സീക്വൽ ടു 180 70 പോയി കഴിഞ്ഞാൽ 110 അല്ലെ, 110/2 അതായത് 55 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ഒരേ ആംഗിൾ എത്ര കിട്ടും, 55 ഡിഗ്രി വെച്ച് കിട്ടും. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഇതേ ട്രയാങ്കിൾ തന്നെ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ 2 സൈഡും തന്നെ ഈക്വൽ ആണെന്ന് വിചാരിക്കുക, ഈക്വൽ ആണ്. ഇവിടെ നമ്മൾ ഇതൊരു 70 എടുത്തു അല്ലെ, അതായത് ഈക്വൽ അല്ലാത്ത ആംഗിൾ ആംഗിൾ നമ്മൾ 70 എടുത്തു. ഇനി ഇത് രണ്ടും ഈക്വൽ ആണല്ലോ, ഇതിന് ഓപ്പോസിറ്റില്. ഇനി നമുക്ക് ഈ ആംഗിൾ 70 എടുത്താൽ ഞാൻ എന്ത് സംഭവിക്കും നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 70 ആയിരിക്കണം അല്ലെ, ഓപ്പോസിറ്റിൽ എടുക്കുന്ന ആംഗിളുകൾ 70 ആയിരിക്കണം. വശങ്ങൾക്ക് ഈക്വൽ ആയ വശങ്ങൾക്ക് ഓപ്പോസിറ്റിലെ ആംഗിൾ സെയിം അല്ലെ. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇതും 70. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും, അതായത് അൺഈക്വൽ ആംഗിൾ എത്ര വരും, അല്ലെങ്കിൽ നമുക്ക് പേര് കൊടുത്ത് എഴുതാം, ആംഗിൾ എ ആംഗിൾ ബി എന്ന് കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഈക്വൽ അല്ലാത്ത ആംഗിൾ എത്ര വരും, മൊത്തം 180 നിന്ന് ഏതൊക്കെ കുറയ്ക്കണം, ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ. 70 + 70 എത്ര കിട്ടും നോക്കിയാൽ, 180 - 70 + 70 എത്രയാണ്,
140 ഈക്വൽ ടു 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 40 ഡിഗ്രി വരും. അപ്പോൾ ഇതാണ് രണ്ട് ആംഗിളുകൾ. അപ്പോൾ ആദ്യത്തേത് അൺഈക്വൽ ആംഗിൾ 70 ആണെങ്കിൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് 55 വരാം. ഇനി ഇവിടെ എഴുതാം ഇത് ഈക്വൽ ആംഗിൾ 70 ആണെങ്കിൽ, അപ്പോൾ എഴുതാം ഈ ഈക്വൽ ആംഗിൾസ് ഈക്വൽ ടു 70. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഈക്വൽ ആംഗിളുകൾ 70 ആണെങ്കിൽ അൺഈക്വൽ ആംഗിൾ എത്ര വരും? 40 ഡിഗ്രി വരും. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ, ആറാമത്തത്, അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പൊ എന്താണ് ആറാമത്തെ ചോദ്യം? ഹൗ മെനി നോൺ ഈക്വൽ ഐസോസെലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 70 ഡിഗ്രി ആൻഡ് വൺ സൈഡ് 8 സെന്റിമീറ്റർ. ഒരു ആംഗിൾ, ഒരു കോണിന്റെ അളവ് നമുക്ക് 70 ഡിഗ്രി വന്നിട്ടുണ്ട്, ഒരു സൈഡ്, ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ. അങ്ങനെയായ സമപാർശ്വ ത്രികോണങ്ങൾ, അതായത് തുല്യമല്ലാത്ത സമപാർശ്വ ത്രികോണങ്ങൾ നമുക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കണം, ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കണം, ഒരു ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് തന്നെ വരയ്ക്കാം. ഇപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ, ഓക്കെ അല്ലെ. അപ്പൊ ഇതിന്റെ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ ഒരു ആംഗിൾ 70 ആയിരിക്കണം അല്ലെ. അപ്പൊ ഇതിൽ ഏത് ആംഗിൾ വേണമെങ്കിൽ സൈഡ് 70 ആവും. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് ഈക്വൽ ആയ ആംഗിളുകൾ അല്ലെ, ഇത് ഈക്വൽ അല്ലാത്ത ആംഗിൾ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 70 ആണെന്ന് വിചാരിക്കാം. ഇത് 70 ആകാം. ഇപ്പൊ ഇത് 70 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വശം, ഇതിന് ഓപ്പോസിറ്റ് ഉള്ള വശം വേണമെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞ 8 സെന്റിമീറ്റർ അല്ലെ, 8 സെന്റിമീറ്റർ. അപ്പൊ ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നോക്കിയാൽ, ഇതേ ട്രയാങ്കിൾ തന്നെ നമുക്ക് ഇത് രണ്ടും ഈക്വലായ ആംഗിൾ, അതായത് ഈക്വലായ സൈഡുകൾ ഇത് രണ്ടും, ഇനി ഈ ആംഗിൾ 70 ഡിഗ്രി, അതായത് ഇതേ ട്രയാങ്കിൾ തന്നെ അല്ലെ. അതായത് ഇവിടെ നോക്കിയാൽ ഈ സൈഡും ഈക്വൽ, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് കോണുകളും ഈക്വൽ. ഓക്കെ, ഇനി നമ്മൾ ഈ ഈക്വൽ അല്ലാത്ത ഈ കോൺ, ഇത് രണ്ടും ഈക്വൽ അല്ലെ, ഈക്വൽ അല്ലാത്ത ഈ കോൺ 70 കൊടുത്തു. ഇനി ഇവിടെ കൊടുത്ത് നമ്മൾ ഇവിടെ 8 സെന്റിമീറ്റർ ആണ്, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇത് 8 സെന്റിമീറ്റർ ആയിക്കൂടെ അല്ലെ. ഈ വശം നമുക്ക് 8 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം അല്ലെ. അപ്പൊ ഈ വശം 8 സെന്റിമീറ്റർ ആകുമ്പോൾ ഇതെന്തോ ആയിരിക്കും, 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു അളവായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ത്രികോണം വരയ്ക്കാം അല്ലെ. അപ്പൊ 8 സെന്റിമീറ്റർ ഇവിടെ ഇതിന് ഓപ്പോസിറ്റ് കൊടുത്തതിന് പകരം 8 സെന്റിമീറ്റർ നമുക്ക് ഈക്വൽ ആയ ഒരു വശത്തിന് 8 സെന്റിമീറ്റർ കൊടുത്ത് വരയ്ക്കാം. അപ്പൊ ഓക്കെ, അങ്ങനെ വരയ്ക്കാം. ഇനി ഇവിടെ നമ്മൾ രണ്ടിൽ എന്താണ് ചെയ്തത്, ഈക്വൽ അല്ലാത്ത കോണിനാണ് 70 കൊടുത്തത് അല്ലെ. ഇനി നമുക്ക് ഈക്വൽ ആയ കോണിന് 70 കൊടുത്ത് വരച്ചൂടെ. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ. ഇവിടെ ഈക്വൽ അല്ലാത്ത ആംഗിളിലാണ് നമ്മൾ 70 കൊടുത്തത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആയ ഒരു ആംഗിൾ 70 കൊടുക്കാം അല്ലെ, കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും, ഇതും 70 വരും അല്ലെ. ഇനി നമുക്ക് ഈ വശത്തിന് തന്നെ നമുക്ക് 8 സെന്റിമീറ്റർ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാം. മനസ്സിലായല്ലോ. അതായത് ഈക്വൽ ആയ കോണുകൾ 70 കൊടുത്തു, എന്നിട്ട് ഈക്വൽ അല്ലാത്ത വശം 8 സെന്റിമീറ്റർ കൊടുത്തു. ഇനി നേരെ ഇതിനൊന്നും കൂടി തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയേ, ഇതേപോലെ തന്നെ ഇത് രണ്ടും ഈക്വലായ സൈഡുകൾ, ഇത് രണ്ടും ഈക്വലായ കോണുകൾ അല്ലെ. അപ്പൊ ഈക്വലായ കോണുകൾക്ക് നമ്മൾ 70 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും 70 ഡിഗ്രി. ഇനി ഇവിടെ നമ്മൾ ഈക്വൽ അല്ലാത്ത വശത്തിനാണ് 8 കൊടുത്തത് അല്ലെ. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈക്വൽ ആയ വശത്തിന് 8 കൊടുക്കാം. അപ്പൊ ഇത് 8 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയും വരയ്ക്കാം അല്ലെ. അപ്പൊ നമുക്ക് മൊത്തം എത്ര തരത്തിൽ വരയ്ക്കാൻ പറ്റും, 4 തരത്തിൽ നമുക്കിത് വരയ്ക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനി വേറെ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒരു ത്രികോണത്തിന് ഈക്വൽ ആയിട്ട് മാറും. മനസ്സിലായല്ലോ. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 തരത്തിൽ ഈ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും, ഈ 2 അളവുകൾ വെച്ചിട്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തുറന്ന് കമന്റ്സിൽ എഴുതുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.